പത്തനംതിട്ട റാന്നിയിലെ പച്ചക്കറി വ്യാപാരിയെ രണ്ടംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണെന്ന് എഫ്ഐആർ പറയുന്നു. ക്യാരറ്റിന് വില കൂടുതലാണെന്നും എടുത്ത് കഴിക്കരുതെന്നും പറഞ്ഞതാണ് പ്രകോപനത്തിനിടയാക്കിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതൊക്കെ ഒരു കൊലപാതകത്തിന് കാരണമാകുമോ എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കേസിൽ റാന്നി സ്വദേശികളായ പ്രദീപ്, കൊച്ചുമോൻ എന്നിവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. അവരെ അറസ്റ്റ് ചെയ്തു. ഒരു മദ്യപിച്ചിട്ട് ഇവിടെ കടയിൽ വന്ന് ഏതോ ക്യാരറ്റിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി തർക്കം ഉണ്ടായതാണ് പറയുന്നത്. ആദ്യമേ അങ്ങനെ ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം നടത്തിയത്. വലിച്ചിട്ട് കടയ്ക്ക് പുറത്ത് കൊണ്ടുപോയി വെട്ടിയെന്നാണ്. പ്രതികളെ അന്നേരം തന്നെ അത് കഴിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടതാണ്. പോലീസുകാരുടെ അത്യന്തമായ ഇടപെടലാണ് പ്രതികളെ പിന്നെ പിടിക്കാൻ പോലീസ് അത്യന്തം പരിശ്രമപ്പെട്ടു. പോലീസുകാരുടെ ആ ഒരു അന്നേരത്തെ ആ ഇടപെടൽ വളരെ വളരെ നല്ലതായിരുന്നു. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, താങ്കളിപ്പോൾ റാന്നിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. റാന്നിയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ ക്യാരറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു അരുങ്കൊലയിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഈ കടയിൽ മഹാലക്ഷ്മി എന്നൊരു ജീവനക്കാരിയും അവരുടെ ഭർത്താവും ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്യാരറ്റിന് വില കൂടുതലാണ്. ക്യാരറ്റ് ചോദിച്ചാണ് ഈ പ്രദീപും അതുപോലെ തന്നെ കൊച്ചുമോനും എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ക്യാരറ്റിന് വില കൂടുതലാണ്. സ്വാഭാവികമായി ഈ ക്യാരറ്റിൻ്റെ വില കൂടുതലായതുകൊണ്ട് തന്നെ എടുത്ത് കഴിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം അവർ പറഞ്ഞിരുന്നു, താക്കീത് നൽകിയിരുന്നു. ഇതേ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഒരു കൊലയിലേക്ക് നയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രതികൾ പ്രദീപും അതുപോലെ തന്നെ കൊച്ചുമോനും ഇവിടെ നിന്ന് മടങ്ങി. മദ്യലഹരിയിലായിരുന്നു എന്നാണ് ആ ദൃക്സാക്ഷി നമ്മോട് അല്പസമയം മുൻപ് പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് മടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം വടിവാൾ ഉപയോഗിച്ച് മഹാലക്ഷ്മിയെ ആക്രമിക്കുകയായിരുന്നു. കടയിലെ ജീവനക്കാരിയെ ആക്രമിക്കുന്നത് കണ്ട കടയുടമ അനിൽ ഇത് തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് ആ പ്രദേശം, ആ മേഖലയിൽ വെച്ചാണ് ഒരു കൊലപാതകം അനിലിനെ ക്രൂരമായി വെട്ടിയത്. മഹാലക്ഷ്മിക്കും കാര്യമായ രീതിയിലുള്ള പരുക്ക് ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം ഈ പ്രതികൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ആക്രമണം ചെറുക്കാൻ ശ്രമിച്ച മഹാലക്ഷ്മിയുടെ ഭർത്താവിനും ചെറിയ പരുക്കുണ്ട് എന്നും പ്രാഥമികമായി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഈ പ്രതികൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഈ പ്രതികൾ, പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾക്കെതിരെ, ഈ പ്രദീപിനെതിരെ 6ഓളം ക്രിമിനൽ കേസുകൾ റാന്നി പോലീസ് സ്റ്റേഷനിൽ തന്നെ നിലവിലുണ്ട്. എന്തായാലും പ്രതികളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അനിൽ ഈ റാന്നിയിൽ കച്ചവടം തുടങ്ങിയിട്ട് ഏതാണ്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ലോട്ടറി കടയും അതുപോലെ തന്നെ പച്ചക്കറി കടയുമാണ് ഉള്ളത്. എന്തായാലും അരുങ്കൊലയാണ്. അവിടെ റാന്നിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ പ്രദീപ് മരിച്ചിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ റാന്നിയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രതികളെ അല്പസമയത്തിനകം തെളിവെടുപ്പിന് കൊണ്ടുവരും. ഗുരുതരമായി പരിക്കേറ്റ കടയിലെ ജീവനക്കാരി മഹാലക്ഷ്മിയെ എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ ഭർത്താവ് കാര്യമായ രീതിയിലുള്ള പരിക്കുകളില്ല. അദ്ദേഹം ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. പ്രതികളെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. അരുൺജി പറയുന്നത്, എസ് കെ എൻ സിനിമാ മേഖലയെ തകർക്കാൻ 24 ഉൾപ്പെടെയുള്ള ചാനലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണിച്ചു കൂട്ടുന്ന പൊറാട്ട് നാടകവും പ്രേക്ഷകർ കാണുന്നുണ്ട്. ഓണം വരുമ്പോൾ ഇതേ സിനിമാ നടന്മാരെ വെച്ച് ഓണപരിപാടിയും കാണിക്കും. അരുൺ, യഥാർത്ഥത്തിൽ മലയാള സിനിമാ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്ന് ഏറ്റവും അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ നയിക്കുന്ന ഈ വാർത്താ ചാനൽ ഒരിക്കലും അതിന് കൊടപിടിക്കില്ല എന്ന് താങ്കളോട് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയും. കാരണം ഈ വാർത്തകളൊക്കെ തന്നെ പ്രളയമായി വരുമ്പോഴും അതിനെ നേരെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല എങ്കിൽ പോലും അത് ചെയ്യുമെന്ന് തീരുമാനിച്ചുറച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ അറിയാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അരുൺ നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.